എന്റെ വാർത്തയിലും ഇന്ന് കൈകാര്യം ചെയ്തിരിക്കുന്നത് സ്മാർട്ട് സിറ്റി സംബന്ധിച്ച ചില ദുരൂഹതകളും ചില പ്രശ്നങ്ങളുമാണ്. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി ഏറെ ത്യാഗം സഹിച്ചവരാണ് പദ്ധതി പ്രദേശമായ കാക്കനാട് ഇടച്ചിറയിലെ നാട്ടുകാർ. പദ്ധതിക്കായി സ്ഥലം വിട്ടുകൊടുത്തിട്ട് വർഷങ്ങൾ ഏറെയായെങ്കിലും പദ്ധതി പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. മനോരമ ന്യൂസ് എന്റെ വാർത്തയ്ക്ക് വേണ്ടി ഇടച്ചിറയിൽ നിന്ന് PB ഖാദർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നാട്ടിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്നതിനുള്ള ഒരു വലിയ സംരംഭമായാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയെ ഞങ്ങൾ നോക്കിക്കണ്ടത്. എന്നാൽ പദ്ധതിക്ക് വേണ്ടി ശിലയിട്ടിട്ട് 3 വർഷം തികയുന്നു ഞങ്ങളുടെ കാത്തിരിപ്പിന്. കടമ്പ്രയാറിനോട് ചേർന്ന് അധികമാരും അറിയപ്പെടാതെ കിടന്ന ഇടച്ചിറ എന്ന ഗ്രാമത്തിലേക്ക് സ്മാർട്ട് സിറ്റി പദ്ധതി വന്നപ്പോൾ ഏറെ സന്തോഷിച്ചത് ഞങ്ങൾ നാട്ടുകാരാണ്. സ്ഥലം വിട്ടുകൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ഏറെ ത്യാഗങ്ങൾ സഹിച്ചു. നാട്ടിലെ ഏക കുടിവെള്ള സ്രോതസ്സായ കടമ്പ്രയാറും അടച്ചുകിട്ടി. പുനരധിവാസം നൽകിയവർക്ക് വാഗ്ദാനം ചെയ്ത വെള്ളവും റോഡും ഇതുവരെ ലഭിച്ചില്ല. പക്ഷേ നാടിന് മുഴുവൻ പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിക്കായി ഒരുമിച്ച് നിൽക്കാൻ ഞങ്ങൾ ഒരുക്കമായിരുന്നു. ഈ സ്മാർട്ട് സിറ്റി വരുമെന്ന് പറഞ്ഞിട്ട് തറക്കല്ലിട്ടിട്ട് 2 കൊല്ലമായിരിക്കുന്നു. എന്നിട്ടും ഈ പദ്ധതി ഇവിടെ വന്നിട്ടില്ലെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഇവിടെ ഉള്ള സാധാരണ IT പഠിച്ചിട്ടുള്ള ഇഷ്ടംപോലെ യുവാക്കൾ ഈ നാട്ടിൽ തന്നെയുണ്ട്. പക്ഷേ കാത്തിരിപ്പുകളൊന്നും ഫലം കണ്ടില്ല. നൂലാമാലകളിൽ കുരുങ്ങി പദ്ധതി നടക്കാത്തതോടെ സ്ഥലം വിട്ടുകൊടുത്ത ഞങ്ങളുടെ ത്യാഗവും വെറുതെയായി. സ്ഥലം വിൽപ്പന പോലും നടക്കുന്നില്ല. പദ്ധതി വന്നിരുന്നുവെങ്കിൽ അനുബന്ധമായി ചെറിയ വരുമാനം കിട്ടുന്ന സംരംഭങ്ങൾ തുടങ്ങാമെന്ന ഞങ്ങളുടെ സ്വപ്നം ഇനി സാക്ഷാത്കരിക്കുമോ എന്നറിയില്ല. ദക്ഷിണേന്ത്യയിലെ IT തലസ്ഥാനമായി ഇടച്ചിറ ഗ്രാമം മാറുമെന്ന് ഞങ്ങൾ സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ കാത്തിരിപ്പിന് 3 വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ സ്വപ്നം സഫലമാകുമോ എന്ന ആശങ്കയിലാണ് ഞങ്ങൾ. മനോരമ ന്യൂസ് എന്റെ വാർത്തയ്ക്ക് വേണ്ടി ഇടച്ചിറയിൽ